ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. അപ്പോൾ ക്യാമ്പിയൻ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് പേരെന്താണെന്ന് ചോദിക്കാം. ഹലോ, ഹായ്, എന്താ പേര്? എൻ്റെ പേര് ശീതൽ എന്നാണ്. ശീതൽ, ഏത് ക്ലാസ്സിലാണ്? ഞാനിപ്പോൾ 10th പഠിക്കുന്നത്. 10th പഠിക്കുന്നത്. ഈ സ്കൂളിനെ യൂണീക്ക് ആക്കണം, അല്ലെങ്കിൽ ഈ സ്കൂളിന് തോന്നിയത് പ്രത്യേകത എന്താ? ഈ സ്കൂളിൽ വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഭയങ്കര ഷൈ ആയിരുന്നു. പെട്ടെന്നായിരുന്നു എനിക്ക് ഇങ്ങനൊരു എക്സ്പോഷർ കിട്ടിയത്. ലൈക്ക് മസ്കറ്റിലായിരുന്നപ്പോൾ ഞാൻ അത്ര ഫ്രണ്ട്സൊന്നും ആയിരുന്നില്ല മറ്റ് കുട്ടികളോട്. അപ്പോൾ ഈ സ്കൂളിൽ വന്നപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ടാലൻറ്റ് പുറത്തിറക്കിയത് എൻ്റെ ടീച്ചേഴ്സാണ്. എൻ്റെ ഉള്ളിലുള്ള എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ പറ്റും, പിന്നെ എൻ്റെ ഉള്ളിലുള്ള ആ പബ്ലിക് സ്പീക്കിംഗ് അത് പുറത്ത് കൊണ്ടുവന്ന എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ്. അതിനോട് ഐ ഹാവ് ടു സേ താങ്ക്സ് ടു ദം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എപ്പോഴും. പിന്നെ എൻ്റെ ഇങ്ങനൊരു എനിക്ക് കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയതായ ക്യാമ്പിനോട് തന്നെയാണ് താങ്ക്സ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ യുണീക്കായിട്ടുള്ളൊരു അതാണ് എൻ്റെ ഈ സ്കൂൾ യുണീക്ക് ആക്കുന്നത്. ഓക്കെ, ജനറലി പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്കൂളിൽ ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. ഇപ്പോൾ ബോയ്സ് ആൻഡ് ഗേൾസിലും ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ലഞ്ച് ബ്രേക്കിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൂടി ഭക്ഷണമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു കളിയും ചിരിയും പിന്നെ ഫുൾ ഓൺ ജോക്സൊക്കെ ആയിട്ട് എല്ലാം ഭയങ്കര ചിരിയോടൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ആർക്കൊക്കെ ഇപ്പോൾ ഒരാൾക്ക് ഫുഡില്ലെങ്കിൽ ഒരു പാത്രത്തിലൊരു ഇതായിട്ടായിരിക്കും എല്ലാവരും ഷെയർ ചെയ്യുന്നത്. പിന്നെ ആർക്കൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഫുഡ് കുറവാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഷെയറിങ് ഒക്കെയാണ്. അപ്പോൾ കുറേ ഉണ്ട് അനുഭവങ്ങൾ എന്ന് വെച്ചെങ്കിൽ അത് ഇപ്പോൾ ഒരെണ്ണം എനിക്കിപ്പോൾ എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ ലഞ്ച് ബ്രേക്കിൽ ഞങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഫുഡും പിന്നെ ഓരോ സ്റ്റോറീസ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പിന്നെ ഓരോ ജോക്സും അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ് മേക്സ് ഇറ്റ് വെരി. ഓക്കെ, അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞത് ഒരുപാട് മിസ് ചെയ്യും അല്ലേ? ലഞ്ച് ബ്രേക്സും എല്ലാവരും ഒരുമിച്ച് ഇരിക്കണേ ഒക്കെ. നന്നായി മിസ് ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ശീതൽ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ, ഹായ്, എന്താ പേര്? എൻ്റെ പേര് ജ്യോതിക. ജ്യോതിക, ഏത് ക്ലാസ്സിലാണ് ജ്യോതിക പഠിക്കുന്നത്? ഞാനിപ്പം 10th പഠിക്കുന്നു. സ്പെസിഫിക് ആയിട്ട് എനിക്കൊരു അനുഭവം പറയാൻ പറ്റില്ല. പക്ഷേ ഓരോ ദിവസം പോകുന്നതോറും പുതിയ പുതിയ അനുഭവങ്ങളാണ് എനിക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്നത്. ക്ലാസ്സിൻ്റെ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് ഫ്രണ്ട്സിനോട് സംസാരിക്കുക, സ്നാക്സ് ഇടയ്ക്കൊക്കെ എടുത്ത് തിന്നുക, പിന്നെ പാട്ടൊക്കെ പാടുക, പിന്നെ ഈ ഓരോ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേന് ഫുൾ മസ്തി ഫൺ ആയിട്ട് ഇരിക്കുക. അപ്പോൾ അതൊക്കെ എല്ലാം മെമ്മറീസാണ്. എല്ലാവരുടെയും ഫുഡ് ഷെയർ ചെയ്യുക, ജോക്സ് ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. അപ്പം ഒരു സ്പെസിഫിക് മെമ്മറി ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഈ സ്കൂളിൽ എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട് പുറത്തു പോയി സംസാരിക്കാനും ഓരോ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാനും. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി ഫുൾ എൻജോയ് ചെയ്ത. അപ്പം അതൊക്കെയാണ് എൻ്റെ മെമ്മറീസ്. കോമ്പറ്റീഷൻസിലൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. എന്ത് ടൈപ്പ് കോമ്പറ്റീഷൻസ്? ഞാൻ വരയ്ക്കും, എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ്, ഡിബേറ്റ്, ജാം അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കോമ്പറ്റീഷൻസൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് സ്കൂളിൽ നിന്ന് തന്നെയാണ്. ഈ സ്കൂളിൽ വന്നേ പിന്നെയാണ് എൻ്റെ ടാലൻറ്റ് എനിക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഈ സ്കൂളിലെ ഈ ടീച്ചേഴ്സും അവരൊക്കെയാണ് എന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. എന്നെ മാത്രമല്ല, ഒത്തിരി പിള്ളേരെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഓരോ കോമ്പറ്റീഷൻസിനും ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുടെ ആ ടാലൻറ്റ് പുറത്തെടുക്കാൻ അവർ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു. താങ്ക് യു സോ മച്ച് ജ്യോതിക. ഹലോ ഫ്രണ്ട്സ്,
ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പ്യൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോർ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പേര് ചോദിക്കാം. എന്താണ് പേര്? എൻ്റെ പേര് ശിവ. ശിവ ഏത് ക്ലാസ്സിലാണ്? പിടിച്ചോ. ഞാൻ 10th പഠിക്കുന്നത്. 10th പഠിക്കുന്നത്. ശിവ, നമുക്ക് ഒരുപാട് നല്ല നല്ല സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് നല്ല നല്ല മൊമെന്റ്സ് ഓർത്ത് വെക്കാൻ പറഞ്ഞ പിക്നിക് ഒരു നല്ല കാര്യം അല്ലേ? അതിൽ പോയപ്പോഴും അന്നുണ്ടായ എക്സ്പീരിയൻസും അതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണ കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ്? പിക്നിക് പോയോ ലാസ്റ്റ് ഇയർ? എവിടെ പോയത്? നമ്മൾ വാഗമൺ പോയി. അന്ന് എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ? ഒരെണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ കുന്നുമല എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇറക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര സ്പീഡിൽ ഓടിയായിരുന്നു. മിസ് പറഞ്ഞു ഓടല്ലേ എന്ന്. ഒരുത്തനാണെങ്കിൽ അത് കേൾക്കാണ്ട് നന്നായിട്ട് ഓടി. അവൻ വീണ് കയ്യും പൊട്ടി. എന്നിട്ട് ഭയങ്കര ട്രാജിക് മൂവ്മെൻ്റ് ആയിരുന്നു. അത് ശരിക്കും മറക്കേണ്ട ഒരു മൂവ്മെന്റ്. പക്ഷെ നമുക്ക് എന്തായാലും ഓർത്തു ആ മൂവ്മെന്റ്. അതുപോലെ ഫൺ മൂവ്മെന്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇതുവരെ ഇത്രയും ഡിസ്റ്റൻസ് പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഇത് ഒരു ഒട്ടും മറക്കാൻ പറ്റാത്തൊരു മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ വാഗമൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഭയങ്കര ദൂരമുള്ള സ്ഥലമല്ലേ. അപ്പം അത് നല്ല. താങ്ക് യു സോ മച്ച് ശിവ, എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പ്യൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോർ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. എന്താ പേര്? കീർത്തന ഏത് ക്ലാസ്സിലാണ്? ഞാനിപ്പോൾ 9th പഠിക്കുന്നത്. ഏത് ഇയർ എവിടെ ജോയിൻ ചെയ്താ? ഞാൻ KG മുതലേ ഇവിടെ തന്നെ. KG മുതലേ. അപ്പോൾ 11 ഇയേഴ്സ് അല്ലേ? 11 ഇയേഴ്സ് ആയിട്ട് ഈ സ്കൂളിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ 25th ജൂബിലി ഇയർ സെലിബ്രേറ്റ് ചെയ്തതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞങ്ങൾ ഒട്ടും ഞങ്ങൾക്കൊരു സാധാ ആനുവൽ ഡേ പോലെ ആയിരുന്നില്ല. ഒരു സംതിങ് റിയലി സ്പെഷ്യൽ. ഞങ്ങൾ കേരള ഹിസ്റ്ററി ആയിരുന്നു പെർഫോം ചെയ്തത്. അപ്പോൾ 1000 പിള്ളേർ വെച്ചുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര അതിൻ്റെ പ്രാക്ടീസും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു. കാരണം ഞങ്ങൾ ഇത്രയും നാൾ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് വ്യത്യസ്തമായൊരു സംഭവമായിരുന്നു. ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. കാരണം എല്ലാവരും ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ. ശരിക്കും ഇറ്റ്സ് ലൈക്ക് മൈ സെക്കൻഡ് ഹോം ഇവിടെ എനിക്ക്. ഓക്കെ. അപ്പോൾ വീടാണോ ഇഷ്ടം, സ്കൂളാണോ ഏറ്റവും ഇഷ്ടം? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാനൊരു ഒറ്റമോളാണ്. അപ്പോൾ വീട്ടിൽ ഇത്തിരി ഒരു ലോൺലിനെസ് ഉണ്ട്. ഒരു പെറ്റാണ് എല്ലാവരുടെയും. ഇത്തിരി ലോൺലിനെസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു വേറെ തന്നെ അറ്റ്മോസ്ഫിയറാണ്. ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും ഇറ്റ്സ് ലൈക്ക് ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ അമ്മമാർ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് റിയലി ഡിഫറെൻറ്റ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം സ്കൂളിൽ. താങ്ക് യു സോ മച്ച് കീർത്തന. ബൈ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പ്യൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോർ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ, എന്താ പേര്? അപ്പോൾ ഇവിടെ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ? ഇത്ര വർഷമായില്ലേ? അപ്പം അതൊരു സ്റ്റോറി പോലെ ഞങ്ങളോട് പറയാമോ? സ്റ്റോറി പോലെ തീർച്ചയായിട്ടും പറയാം. കാരണം ഞാനിവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് 10-13 കൊല്ലമായി ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് നമുക്കൊരു ഹോംലി ഫീലാണ്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് 7 മണിക്കൂർ നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട്. നമ്മൾ 24 മണിക്കൂറുള്ളിൽ 7 മണിക്കൂർ നമ്മൾ സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇവിടെ വന്ന് ഫ്രണ്ട്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും നാളെ സ്കൂളിൽ പോകുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത്.
അപ്പോൾ അതുപോലെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ലഞ്ച് ബ്രേക്കിനാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. കാരണം എല്ലാവരും ഫുഡ് കൊണ്ടുവരുമ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ ആൾക്കാർ എന്താ കൊണ്ടുവരുന്നതെന്ന് നോക്കുക, നമ്മുടെ പാത്രത്തിൽ എന്തുണ്ടെന്ന് നോക്കൂല. അപ്പോൾ അവർ കൊണ്ടുവന്ന് തരണമെങ്കിൽ അവർ ഒളിപ്പിച്ച് വയ്ക്കും, ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയി അതെടുത്ത് കഴിക്കുന്നു, അങ്ങോട്ടേക്കൊണ്ട് ഷെയർ ചെയ്യുന്നു. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ. ഓക്കെ. ഇവിടെ സ്കൂൾ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കാറില്ല? അതെ അതെ ഉണ്ട്. ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന കോമ്പറ്റീഷൻ എന്താ ഇവിടെ? ഇവിടെ ഞങ്ങൾ 11th ഉം 12th ഉം ഹോസ്റ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം ഇൻവെന്റിവോ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഞങ്ങളാണ് അത് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളാണ് എല്ലാ അതിന് ഓർഗനൈസ് ചെയ്യുന്നതും സ്കൂൾസിനെ ഇൻവൈറ്റ് ചെയ്യുന്ന തൊട്ട് ബാനർ ഉണ്ടാക്കുന്നതും എല്ലാ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുന്നതും ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഓ, ഈ സ്കൂള് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വിട്ടു പോയാലും ഓർക്കാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവല്ലേ? അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ എന്താണ്, സ്കൂളിന്റെ പരിപാടി എല്ലാം കഴിയുമ്പോൾ ബാക്കി സ്കൂളിലെ കുട്ടികളെല്ലാം പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു DJ സെഷൻ ഉണ്ട്. അപ്പോൾ DJ സെഷൻ എന്ന് പറയുമ്പോൾ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ തുള്ളലാണ്. ഓക്കെ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് രഞ്ജൻ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ, എന്താ പേര്? ശ്രേയ. ശ്രേയ, മൈക്ക് വിളിച്ചോ. ശ്രേയ ഏത് ക്ലാസ്സിലാണ്? നയൻത്തിലാണ്. 9th. ശ്രേയ കോമ്പറ്റീഷൻസിലൊക്കെ പോകാറുണ്ടോ? ഞാൻ ഈ സ്കൂളിൽ കുറേ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര നാളായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ UKG മുതൽ ഈ സ്കൂളിൽ തന്നെയാണ്. ഓക്കെ, ഒരുപാട് വർഷമായില്ലേ? ഇവിടെ ഈ സ്കൂളിൽ കുറേ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ഇൻവെൻറ്റീവോ, കൾച്ചറൽ ഫെസ്റ്റ്. സോ ഈ പ്രോഗ്രാമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പ്രാക്ടീസ് സെഷൻസും ഭയങ്കര രസമാണ്. സോ ടീച്ചേഴ്സൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ, നമുക്ക് പേടിക്കേണ്ട ഒരു ഫീൽ വരില്ല. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് സെഷൻസൊക്കെ. ഒരു തെറ്റ് വന്നാലും വഴക്ക് പറയാതെ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. സോ പ്രാക്ടീസ് സെഷൻ ഭയങ്കര രസമാണ്. പിന്നെ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിലും വോളണ്ടിയേഴ്സായിട്ട് ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ കൂടെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. സോ ഈ സ്കൂളിൽ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. താങ്ക് യു സോ മച്ച് ശ്രേയ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്കിവിടെ നെക്സ്റ്റ് ആളെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഏത് ക്ലാസ്സിലാണ്? 8th പഠിക്കണേ. എത്ര നാളായി ഇവിടെ? ഇപ്പോൾ 6 years. 6 years ആയി. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഈ സ്കൂളിനെ പറ്റി എന്താ പറയാനുള്ളത്? ഈ സ്കൂളിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ 12th കഴിഞ്ഞ് പാസ്സായി പുറത്ത് പോയി കഴിഞ്ഞാലും ഈ സ്കൂളിൽ നിന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ? ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? ക്ലാസ് മൊത്തം ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഓരോ സെലിബ്രേഷൻസ് ഒക്കെ ക്ലാസ് നടത്തും, ഓണം, ക്രിസ്മസ് അങ്ങനെ. അപ്പം ഞങ്ങൾ ഓരോന്നും കളിക്കും. അങ്ങനെ എന്താ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എന്നാലും ഫ്രണ്ട്സ് നമ്മളിൽ നിന്നും കുറച്ച് ഇഗ്നോർ ചെയ്യുന്ന പോലെ ഇടയ്ക്ക് തോന്നുമ്പോൾ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഇഗ്നോർ ചെയ്തിട്ടുണ്ടോ? ഇഗ്നോർ എന്ന് പറഞ്ഞാൽ ഉണ്ട്. ശീതൽ എന്ന് പറഞ്ഞ ഫ്രണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞു, ശീതൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് എന്താ അവൾ കൊച്ചിലെ തൊട്ടേ ലൈക്ക് ഞാൻ ഈ സ്കൂളിൽ വരുന്നതിന് മുമ്പേ എൻ്റെ ഫ്രണ്ടായിരുന്നു, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഷീ ഡസൻ ടോക്ക് ടു മീ. അങ്ങനെ കുറേ ഇത് വരുമ്പോൾ വി ഫീൽ സാഡ്. അതെന്തായിരുന്നു അങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരുന്ന്? അറിയാം എന്തായിരുന്നു കാരണം? അവള് എന്താ മോർ കുറച്ച് എന്താ പറയാ സ്റ്റഡീസിലേക്ക് ഇൻവോൾവ് ആയി പോയില്ലേ മൊത്തം. അപ്പൊ ഫ്രണ്ട്ഷിപ്പ്, ജോളി ടൈപ്പ് ഒക്കെ മറന്നുപോയില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി. താങ്ക് യു.
ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോർ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ, എന്താ പേര്? മേരി. നല്ല ഹൈറ്റ് അല്ലേ? എത്ര ഹൈറ്റ്? നോക്കിയിട്ടില്ല. എല്ലാരും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും ബാക്കിലായിരിക്കും അല്ലേ? ഓക്കെ. വീട്ടിലെങ്ങനെ എല്ലാവർക്കും ഹൈറ്റ് ഉള്ളതാണ്? അച്ഛനും മാത്രമേ ഹൈറ്റുള്ളൂ. ഈ ഹൈറ്റ് എപ്പോഴെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ അതോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണോ തോന്നുന്നത്? രണ്ടായിട്ടുണ്ട്. ബിക്കോസ് എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി എന്നെക്കാട്ടിലും പൊക്കം കുറച്ചാ. അപ്പം ഹീൽസ് ഇടാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്ലാസ്സിന്റെ പുറകിലായിരിക്കും എപ്പോഴും. അതൊരു അഡ്വാൻറ്റേജാ. ക്ലാസ്സിലിരുന്ന് പുറകിലാണതല്ലേ? ഓക്കെ, അവിടെയാണ് ഏറ്റവും ഫണ്ണുള്ള സ്ഥലം അല്ലേ? ഓക്കെ. ഈ സ്കൂളിൽ വന്നിട്ട് എത്ര നാളായി? ഞാൻ 11th ചേർന്ന്. ഇപ്പൊ ഞാൻ 12th. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫുൾ സ്റ്റഡീസിലേക്ക് ആയിരിക്കും അല്ലേ? ഒരു വർഷമായേ ഉള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ നല്ല നല്ല എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും മാറ്റി നിർത്തി ന്യൂ സ്റ്റുഡൻ്റ് ഒക്കെ ആവുമ്പോൾ ഒന്ന് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലേ? അന്നേരം എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? വിഷമം ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. ബിക്കോസ് ഇവിടുത്തെ പിള്ളേരൊക്കെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ടീച്ചേഴ്സും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും ഹെൽപ്പൊക്കെ ചെയ്തുതരും. പിന്നെ ഈ വർഷം ഓഗസ്റ്റ് ആയപ്പം എന്നെ സ്കൂൾ ലീഡറാക്കി. അപ്പോൾ അത് സത്യം പറഞ്ഞ ഒരു വലിയ കാര്യം. ബിക്കോസ് തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഇതാണ്. ബിക്കോസ് ഇവിടുന്ന് KG തൊട്ടുള്ള കുറേ പിള്ളേരുണ്ട്. എന്നിട്ട് അതിനകത്ത് എന്നെ പിടിച്ച് ലീഡറാക്കിയതിന് നല്ല സന്തോഷമുണ്ട്, നല്ല അഭിമാനവും ഉണ്ട്. അതെന്താ അങ്ങനെ ആക്കിയത്? ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ് ആയിരിക്കും, ചോദിച്ചിട്ടില്ല. പക്ഷെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട്. വോട്ടിംഗ് ആണോ നിങ്ങൾക്ക്? വോട്ടിംഗ് ഉണ്ടായിരുന്നില്ല, സാധാരണ ഉണ്ടാവുന്നത്. പക്ഷെ ഈ വർഷം അവർ വന്ന് പറഞ്ഞു, ഈ വർഷം നീയാണ് ലീഡർ, ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരുപാട് സന്തോഷമായില്ലേ? ഇപ്പൊ സ്കൂളിൽ നിന്ന് പോയാലും മറക്കാൻ പറ്റാത്ത ഭയങ്കര സന്തോഷം തന്നൊരു അനുഭവമായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, ഫ്രണ്ട്സും ടീച്ചേഴ്സും. പിന്നെ എനിക്ക് കിട്ടിയ ജൂനിയർ ലീഡേഴ്സിന്റെ ടീമും നല്ല ഹെൽപ്പിങ്ങും പറയുന്നൊക്കെ അവർ ചെയ്യും. പിന്നെ എനിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്തു തരും. താങ്ക് യു സോ മച്ച് മേരി. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോർ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അനുമാമ ഇവിടെ വന്നിട്ട് എത്ര നാളായി? സ്കൂളിൽ വന്നിട്ട് ഞാൻ 10 വർഷത്തിൽ കൂടുതലായിട്ട്. 10 വർഷത്തിൽ കൂടുതലായി. കുട്ടികളുടെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ ഒരു ടീച്ചിങ് പ്രൊഫഷൻ സ്വീകരിച്ചതിൽ എനിക്ക് വലിയ അഭിമാനം തോന്നാറുണ്ട്. ഓരോ പ്രാവശ്യവും കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ, പിന്നെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ നല്ല ജോലിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് നമ്മളെ വിളിക്കും, അവർ കാണാൻ വരും, കല്യാണത്തിന് വിളിക്കും. അപ്പോൾ അതിന് പോകുമ്പോഴൊക്കെ വലിയ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഈയിടെയും കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടിയുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ് ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ? എങ്ങനെ, നല്ല ഫ്രണ്ട്ലി ആണോ അതോ ഒരു ഡിസ്റ്റൻസ് വിട്ട് ടീച്ചർ സ്റ്റുഡൻറ് എന്നുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ടാവുമോ? ഇന്ന് ഞാനിപ്പം ഒരു 10 വർഷം മുമ്പ് എടുത്തത് വെച്ച് പറയുവാണെങ്കിൽ അന്ന് കുറച്ചും കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരും, ഓരോ എക്സ്പീരിയൻസ് ഓരോ വർഷം കഴിയും തോറും. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഞാൻ ഫ്രണ്ട്ലി ആണ് കുട്ടികളുമായിട്ട്. അവരുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു അല്ല, വടിയൊന്നും നമ്മൾ എടുക്കാറില്ലെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം പറയാൻ, അവർക്കൊരു ഫ്രണ്ടായിട്ട് ആണ് അവർ ടീച്ചറെ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് ഉയർന്നേ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്.
വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ മാം. ഹലോ, എന്താണ് പേര്? മിനി. മിനി, ഏത് സബ്ജക്റ്റ് എവിടെ എടുക്കുന്നത്? ഞാനിവിടെ സയൻസ് എടുക്കണേ, എസ്പെഷ്യലി ബയോളജി ആണ്. ബയോളജി. ഓക്കെ. എത്ര നാളാണ് ഇവിടെ വന്നിട്ട്? Now it's around 5 years, 5 to 6 years. ഓക്കെ. അതിന് മുമ്പ് എവിടെയായിരുന്നു? ഇല്ല, അതിന് മുമ്പ് ഞാൻ സ്പെക്ട്രത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഓക്കെ. ഈ സ്കൂളിനെ പറ്റി, ഈ സ്കൂളിൽ വന്ന പിന്നെ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഡെഫിനറ്റ്ലി ഒത്തിരി വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ സ്കൂളിന് വേണ്ടിയിട്ട് ബിഫോർ 2 years വി ഹാവ് വർക്ക് ഫോർ എ ബ്രിട്ടീഷ് കൗൺസിൽ അക്രഡിറ്റേഷൻ. അപ്പം ഞങ്ങൾക്ക് അതൊരു ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആയിരുന്നു ആസ് എ ഹോൾ ഫോർ ദ സ്കൂൾ. പിന്നെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഡയമെൻഷൻസ് ഞങ്ങൾക്ക് എല്ലാ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ പറ്റി. സോ ഇറ്റ് വാസ് ലൈക്ക് കൊലാബറേറ്റീവ് പ്രൊജക്ട്സ് ഉണ്ടായിരുന്നു വേറെ സ്കൂൾസായിട്ട്, ദാറ്റ് ഈസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇറ്റ്സ് ബിൽഡിംഗ് അപ്പ് മൈ എക്സ്പീരിയൻസ് ആൻഡ് ഐ കുഡ് ഓൾസോ ഹെൽപ്പ് ഔട്ട് വിത്ത് ദ ചിൽഡ്രൻ ടു ഡു ദോസ് പ്രൊജക്ട്സ് ആൻഡ് ഓൾ. ഓക്കെ. ഇവിടുത്തെ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ബാക്കിയുള്ള സ്റ്റുഡൻസിനേക്കാളും യൂണീക്കൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മോൾഡ് ചെയ്തെടുക്കുന്നത് ടീച്ചേഴ്സ്? ദേ ആർ ആക്ച്വലി ഫ്രീ ടു കം ആൻഡ് സ്പീക്ക് എനിത്തിങ് ടു അസ്. എന്നുവെച്ചാൽ പിള്ളേരായിട്ട് അവരുടെ മനസ്സിലൊന്നും വെച്ചിരിക്കരുത്. ഇഫ് ദേ ഹാവ് എനി ഡൗട്ട്സ്, എനി കൺഫ്യൂഷൻസ്, ദേ ആർ റെഡി ടു കം ആൻഡ് സ്പീക്ക് ടു അസ്. സോ ഐ തിങ്ക് ആ ഒരു ഇൻറ്ററാക്ഷൻ ദേ ഹാവ് between us as well as the students. So അതുകൊണ്ട് I feel it's a positive point for them. I don't know about remaining other schools and all, but regarding other schools, but still in our school it is more child friendly for them. Thank you ma'am. Thank you so much. Thank you. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ മാം. ഹലോ. എന്താണ് പേര്? എൻ്റെ പേര് റാണി ലക്ഷ്മി. ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്? കെമിസ്ട്രി. കെമിസ്ട്രി. എത്ര നാളായിട്ടുണ്ട് ഇവിടെ? ഇവിടെ 10 വർഷമായി. 10 വർഷമായിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒരുപാടുണ്ട്. ഈ കുട്ടികളോടൊപ്പം ഉള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഓരോ കുട്ടികളും ഓരോ ടൈപ്പല്ലേ, അപ്പം നമ്മൾ അവരോട് മിങ്കിൾ ചെയ്യുമ്പം അവരുടെ ഓരോ ടാലൻസ് വെച്ചാൽ പഠിക്കാൻ കുറച്ച് പുറകോട്ടായിട്ടുള്ള കുട്ടികളാണെങ്കിലും വേറെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അപ്പോൾ നമ്മൾ ശരിക്കും അവരുടെ യുണീക്നെസ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇവരോട് മിങ്കിൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. പിന്നെ ഇവരെ പുറത്ത് വെച്ചൊക്കെ കാണുമ്പോൾ കുട്ടികളിപ്പം 10 വർഷമായപ്പോഴത്തേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒത്തിരി പല പല ഫീൽഡിലായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം എവിടെ പോയാലും, ഈവൻ എറണാകുളം അല്ല വേറെ എവിടെ പോയാലും നമുക്ക് പരിചയമുള്ള കുട്ടികൾ അവർ ഓടി വന്ന് പഴയ ആ ഒരു സ്നേഹം പങ്കുവയ്ക്കുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഒരു എന്താണ് അൺഫോർഗറ്റബിൾ മൊമെന്റ് ഇൻ ലൈഫ് എന്ന് തന്നെ പറയാൻ പറ്റും. അത് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. തീർച്ചയായിട്ടും അന്ന് കുറച്ചും കൂടെ അതിനൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടെ ഒരു ബഹുമാനം ഇപ്പോഴും ഉണ്ട് കുട്ടികൾക്ക്. കുറച്ചും കൂടെ പേടി ഉണ്ടായിരുന്നു അന്നത്തെ ടീച്ചേഴ്സിന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയും ഒരു ഭയമില്ല. ഞാൻ അതിനോട് അനുകൂലിക്കുന്ന ആളാണ്. അപ്പം അത്രയും നമ്മൾ ഭയപ്പെടുത്തി കുട്ടികളെ നിർത്തിയിട്ട് നമുക്ക് ഒന്നും നേടാനില്ല. ഞാൻ പറഞ്ഞാൽ അതെ, സ്നേഹിച്ച് മാത്രമേ നമുക്ക് അവരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച് മാം. മാമിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളുമായി ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ.
ഹലോ, എന്താ പേര്? മൈക്ക് കുടിച്ചോ. എൻ്റെ പേര് ക്രിസ്ത്യൻ ആണ്. ഞാൻ 10th പഠിക്കുന്നത്. 10th എത്ര നാളായി ഇവിടെ പഠിക്കാൻ തുടങ്ങി? 3 വർഷമായി. 3 വർഷമായി. 3 വർഷമായിട്ടുള്ളൂ അല്ലേ? അതിന് മുമ്പ് എവിടെയായിരുന്നു? അതിന്റെ മുമ്പിൽ ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പൊ ഡൽഹിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് ആരെങ്കിലും ഇങ്ങനെ അവോയ്ഡ് ചെയ്യോ, അല്ലെങ്കിൽ ഇവിടെ ന്യൂ സ്റ്റുഡൻസ് എപ്പോഴും ഒരു കോർണറിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന ടൈപ്പ് ആണല്ലോ? ഇവിടെ അങ്ങനെ ഞാൻ തന്നെ ആദ്യം തന്നെ നെട്ടിപ്പോയി. ഇവിടെ എല്ലാവരും ആദ്യം തന്നെ എൻ്റെ അടുത്ത് ഒത്തിരി ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഈ ടീച്ചർമാരായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത്. പിന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് ആദ്യം വന്നപ്പോൾ തന്നെ. ഞാൻ ആദ്യം പേടിച്ചുകൊണ്ടായിരുന്നത്, ആരും ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരിക്കും, ബിക്കോസ് പുതിയ സ്റ്റുഡൻ്റ് ആയ കാരണം. പിന്നെ അടിപ്പനായിരുന്നില്ല. പേരെന്തായിരുന്നു? ക്രിസ്ത്യൻ. അപ്പൊ ഈ സ്കൂളിൽ വന്നിട്ട് എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ സങ്കടമുള്ളതാവാം, സന്തോഷമുള്ളതാവാം. സിറ്റുവേഷൻസ് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ടൂർ ഉണ്ടായിരുന്നു, പിന്നെ ലഞ്ച് ബ്രേക്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറയുവാണെങ്കിൽ ഈ എല്ലാ ദിവസവും ഒരു മെമ്മറൈസിങ് മൂമെന്റ് എനിക്ക് വേണ്ടി. ഓക്കെ, താങ്ക് യു സോ മച്ച് ക്രിസ്റ്റീൻ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോർ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. എന്താ പേര്? കേശവ് നല്ല സ്മാർട്ടാണോ? എന്താ ആണ്? എല്ലാവരും പറയാറുണ്ടോ സ്മാർട്ടാന്ന്? പറയാറുണ്ട്. അതെന്താ അങ്ങനെ സ്മാർട്ട് ആക്കണത്? എന്താ കേശവന് ഭയങ്കര എനർജറ്റിക് ആണോ ഇപ്പോഴും ക്ലാസ്സില്? പഠിക്കോ? എത്ര ഉണ്ടായിരുന്നു പെർസെന്റേജ്? എല്ലാത്തിനും കൂടെ ഒരു പെർസെന്റേജ് ഉണ്ടാവില്ലേ? സ്റ്റാർസ് ആണ്. ഓക്കെ. കോമ്പറ്റീഷൻസിലൊക്കെ പോകാറുണ്ടോ? എന്ത് ടൈപ്പ് കോമ്പറ്റീഷൻ? സ്പോർട്സിലോ? ഫുട്ബോളാണ് ഇഷ്ടം. ഫുട്ബോൾ എപ്പോഴും കളിക്കോ? ഭാവിയിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണോന്നൊക്കെ? അങ്ങനെയില്ല. പിന്നെ ഭാവിയിൽ എന്താവണമെന്ന് വെച്ചാൽ കാർഡിയോളജിസ്റ്റ്. സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. സയൻസ് നല്ല മാർക്ക് കിട്ടാറുണ്ടോ? എന്താ കാർഡിയോളജിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായ? ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനൊക്കെ അല്ലേ? ഭയങ്കര നല്ല മനസ്സാണോ കേശവന്? ആണെന്ന് തോന്നണേ. ഓക്കെ, ഈ സ്കൂളിൽ വന്നിട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 8th. എത്ര നാളായി ഈ സ്കൂളിൽ വന്നിട്ട്? LKG മുതലുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഓരോ സ്നാക്സ് ബ്രേക്കിലും എന്തെങ്കിലും സംഭവിക്കുന്നു, എന്തെങ്കിലും സംഭവം. അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളോട് പറയാമോ? ഞങ്ങൾ സ്നാക്സ് ബ്രേക്കിൽ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട്. സ്നാക്സ് ബ്രേക്കിൽ ആൾക്കാർ താഴെ വരും, ഇടിയൊക്കെ ഉണ്ടാക്കും. ഇടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ല. ചെറുതായപ്പോ ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കാം. ചെറുതായപ്പോ ഉണ്ടാക്കിയിട്ടുണ്ടോ? പണിഷ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ധാരാളം കിട്ടിയിട്ടുണ്ട്. പാരന്റ്സിനൊക്കെ വിളിപ്പിച്ച്? അത്ര ഒന്നും ഉണ്ടായില്ല. ചെറിയ പണിഷ്മെന്റ്. എന്ത് പണിഷ്മെന്റാ കിട്ടിയത്? പുറത്തിരിക്കുക. അടിക്കലൊക്കെ ഉണ്ട് ഇവിടെ? അങ്ങനെ ചെറുതായിരുന്നപ്പോ. ചെറുതെന്ന് പറഞ്ഞാ ഇപ്പഴും ചെറുതല്ലേ? LKG ഒരു ആയ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. താങ്ക് യു സോ മച്ച് കേശവ്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോർ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഹലോ. എന്താ പേര്? ഋത്തിക. നമ്മെ കുറിച്ചോ? ഓക്കെ. ഋത്തിക ഏത് ക്ലാസ്സിലാണ് പഠിക്കണം? 8th പഠിക്കണം. ഋത്തികയ്ക്ക് ഈ സ്കൂളിൽ നിന്ന് ഉണ്ടായ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാമോ? മറക്കാനാവത്തോ, അല്ലെങ്കിൽ സങ്കടം തന്നോ സന്തോഷം തന്നോ എന്തെങ്കിലും? സങ്കടം വന്ന എക്സ്പീരിയൻസ് ഒന്നുമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ടീച്ചേഴ്സ് എല്ലാ ദിവസവും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു കൂട്ടത്തിലാണ് ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്ന രീതിയും ഒക്കെ. സോ അതൊക്കെ ഒരു നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. ഈ സ്കൂളിനെ പറ്റി എന്താ പറയാനുള്ളത്?
നല്ല സ്കൂളാണ്. നല്ല സ്കൂളാണ്. ഇതിനെ യുണീക്ക് ആക്കണ എന്തെങ്കിലും? യുണീക്ക് ആകുന്ന എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ ഫ്രീഡം ഉണ്ട്. കുറച്ച് എന്ന് വെച്ചാൽ യുനോ കുറേ എക്സ്പീരിയൻസ് ഒക്കെ പുതിയ എക്സ്പീരിയൻസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകത. ഓവർ ഫ്രീഡം തന്നാൽ നല്ലതാണ്. ഓവർ ഫ്രീഡം തരാറില്ല. ഐ മീൻ കുറച്ച് അത്യാവശ്യത്തിനുള്ളതൊക്കെ. അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്, അത്യാവശ്യം ഫ്രീഡം ഉണ്ടല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രദ്ധിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ക്യാമ്പിയൻ സ്കൂളിലാണ്. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോർ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഫൗണ്ടറായ എല്ലാമായ ലീലാമ്മ മാം നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് മാം. ഓക്കെ, മാം ഈ സ്കൂളിനെ ബാക്കിയുള്ള സ്കൂളിൽ നിന്ന് യുണീക്ക് ആക്കണത് എന്താണ്? My main concentration is to make every child fully human and fully alive. Value-based education. Okay. Champions, they are known as champions. Champions should be identified by their behavior, by the gentleness, by the humility, by the passion of their life, by their concern for others. So that's my aim. Okay. ഇവിടുത്തെ കുട്ടികളൊക്കെ അപ്പോൾ അങ്ങനെയാണോ? And may not be 100%, but maybe some will get my ideas and my themes and my values. I feel confident that I can impart these values into young minds. Because I know that at the age of 3 and a half, children come to school. Till the age of 17, they are with us. So I know that I can do a lot with them. I share with them the thoughts during the assembly. Very many thoughts I share with them. അപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലൊരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ടീച്ചിങ് രീതി അതെങ്ങനെയായിരിക്കും? What's your opinion? Yeah, teachers in the class, they are very friendly. I have asked them to be firm but friendly. That friendliness, that openness, allow every child to speak. Children should feel free to come to the teacher. Teacher should be the best friend of a child. Thank you so much, ma'am. Okay.